സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് HST മാത്തമാറ്റിക്സിൻ്റെ സിലബസിൽ കോമൺ ആയിട്ട് വരുന്ന മാത്തമാറ്റിക്സിൻ്റെ സെക്ഷനിൽ കോമൺ ആയിട്ട് വരുന്ന റിലേഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. രണ്ട് സിലബസിലും കോമൺ ആയിട്ട് വരുന്നൊരു ഭാഗമാണ് മാത്തമാറ്റിക്സിൻ്റെ സെക്ഷനിൽ കോമൺ ആയിട്ട് വരുന്നൊരു ഭാഗമാണ് എന്ത് റിലേഷൻസ്. സോ നമുക്ക് റിലേഷൻ്റെ ക്ലാസ് തുടങ്ങാം. ഫസ്റ്റ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് സെറ്റ്സ്. Given two non-empty sets A and B, the Cartesian product A cross B is a set of all ordered pairs of elements from A and B. That is, A cross B equal to set AB such that A belongs to A, B belongs to B. AB എന്ന് പറയുന്ന ഒരു ഓർഡർ പെയർ ആയിരിക്കും. അതുപോലെ ഫസ്റ്റ് എലമെൻറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് എയിലെയും സെക്കൻഡ് എലമെൻറ്റ് ബി എന്ന് പറയുന്നത് സെറ്റ് ബിയിലെ ആയിരിക്കും. അതുപോലെ ഈ രണ്ട് സെറ്റ് എയും ബിയും എന്തായിരിക്കും? നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കും. ഈ ബ്രാക്കറ്റിൽ എ ബി എന്ന് ഡിനോട്ട് ചെയ്യണമെന്ന് പറയുന്നതാണ് ഓർഡേർഡ് പെയർ ഓഫ് എ ബി. അതിൽ ഫസ്റ്റ് എലമെൻറ്റ് എയിലെ ആയിരിക്കും, സെക്കൻഡ് എലമെൻറ്റ് ബി എന്നായിരിക്കും. ഇതിനെയാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ഈക്വൽ ടു സെറ്റ് 1, 2 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് എ ബി സി. ഫൈൻഡ് എ ക്രോസ് ബി. എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് എലമെൻറ്റ് നമുക്ക് എയിൽ ഒരു എലമെൻറ്റ് ഏതെടുക്കണം? 1 എടുക്കണം. അപ്പോൾ സെക്കൻഡ് എലമെൻറ്റ് എവിടെ നിന്ന് എടുക്കണം? ബിയിൽ നിന്ന് എടുക്കണം. ഏത് എലമെൻറ്റ് എടുക്കണം? എ എടുക്കാം അല്ലേ നമുക്ക്? ഓക്കെ, എ. നെക്സ്റ്റ്, എയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 തന്നെ കൊടുക്കുന്നു. ബിയിൽ ഏത് കൊടുക്കാം? നമ്മൾ എ എടുത്തു. ഇനി ഏതാ ഉള്ളത്? ബി. നെക്സ്റ്റ് നമ്മൾ 1 തന്നെ കൊടുക്കുന്നു എയുടെ. ബിയിൽ ഏതാ സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് എടുക്കുന്നത്? ബിയിലെ സി. അപ്പോൾ ഓർഡർ പെയർ 1A, 1B, 1C. ഇനി ഏത് വരും? എയിലെ സെക്കൻഡ് എലമെൻ്റ് ഏതാ? 2. പിന്നെ ബിയിലെ ഫസ്റ്റ് എലമെൻ്റ് എയും വരും, 2A. അടുത്ത 2B. അടുത്തത് 2C. ഇപ്പോൾ എല്ലാ എലമെൻറ്റ്സും വന്നില്ലേ? എ ക്രോസ് ബി, ഓർഡേർഡ് പെയർ എ ബി, എ ബിലോങ്സ് ടു എ, ബി ബിലോങ്സ് ടു എ, ബി. എ ക്രോസ് ബി എന്നൊക്കെ കിട്ടി. 1A, 1B, 1C, 2A, 2B, 2C. ആദ്യത്തെ എലമെൻറ്റ് ഫസ്റ്റ് എലമെൻ്റ് എല്ലാം ഓർഡർ പെയർ ഫസ്റ്റ് എലമെൻ്റ് എല്ലാം ഏതിലെയാണ്? സെറ്റ് എയിലെയാണ്. സെക്കൻഡ് എലമെൻറ്റ് എ ബി ഏതിലെയാണ്? സി ഏതിലെയാണ്? സെറ്റ് ബിയിലെയാണ്. ഇഫ് എൻ ഓഫ് എ ഈക്വൽ ടു പി, എൻ ഓഫ് ബി ഈക്വൽ ടു ക്യൂ, ദെൻ എൻ ഓഫ് എ ക്രോസ് ബി പി ക്യൂ. അപ്പം എയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 2 എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ? ബിയിലോ 3 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അപ്പോൾ എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റ്സ് നോക്കി? 1, 2, 3, 4, 5, 6 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 2 × 3 എത്രയാ? 6. അപ്പോൾ മനസ്സിലായില്ലേ? എൻ ഓഫ് എ പിയും എൻ ഓഫ് ബി ക്യൂ ആണെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബി പി ക്യൂ ആയിരിക്കും. അതുപോലെ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഒരിക്കലും ബി ക്രോസ് എ ആകത്തില്ല. എ ക്രോസ് ബി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ബി ക്രോസ് എ എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ എ ക്രോസ് ബി ഈക്വൽ ആണോ ബി ക്രോസ് എ ആണോന്ന്. അപ്പോൾ ബി ക്രോസ് എ വരുമ്പോൾ എന്നാ ചെയ്യും? ഓർഡർ പെയർ എ ബിക്ക് വരും, ഓർഡർ പെയർ ബി എന്ന് വരും. ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി ആൻഡ് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ സ്മോൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ബി ക്രോസ് എ എഴുതി നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ഏതാ വരുന്നത്? ബിയിലെ എ ആ വരുന്നത് അല്ലേ? അപ്പോൾ ബിയിലെ ഫസ്റ്റ് എലമെൻറ്റ് എയും ബിയിലെ ഫസ്റ്റ് എലമെൻറ്റ് എയും എയുടെ ഫസ്റ്റ് എലമെൻറ്റ് 1ഉം സ്മോൾ എ ആണ്. സ്മോൾ എ, 1. അടുത്തതോ സ്മോൾ ബി അല്ല, സ്മോൾ എ തന്നെ അല്ലേ? സ്മോൾ എ, 2. അടുത്തത് നമുക്ക് ബി എഴുതാം. ബിക്ക് ഏത് എഴുതാം ആദ്യം? ഓർഡർ പെയർ ബി, 1. അടുത്ത ഓർഡർ പെയർ ബി, 2.
അടുത്തത് നമ്മൾ ഏതെടുക്കും? സി. ഇനി ബിയിൽ ഏതാ ഉള്ളത്? സി. അപ്പം C1ഉം C2 ഓർഡേർഡ് പെയർ C1 കോമ ഓർഡേർഡ് പെയർ C2. ബി ക്രോസ് ആയതുകൊണ്ട് ഫസ്റ്റ് എലമെൻറ്റ്സ് എല്ലാം സെറ്റ് ബിയിലെയും സെക്കൻഡ് എലമെൻറ്റ്സ് എല്ലാം സെറ്റ് എയിലെ ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ബി ക്രോസ് എ ക്രോസ് ബിയും കൂടെ നോക്കിയേ. രണ്ട് സിമിലർ ആണോ? അല്ലല്ലോ, രണ്ട് ഈക്വൽ അല്ലല്ലോ. ബി ക്രോസ് എയിലെ ഫസ്റ്റ് എലമെൻറ്റ്സ് എല്ലാം ബിയിൽ ക്യാപിറ്റൽ ബിയുടെയാണ്. എ ക്രോസ് ബിയിലെ ഫസ്റ്റ് എലമെൻറ്റ്സ് എല്ലാം എന്നാ സെറ്റ് എയിലെയാണ്. അതുപോലെ സെക്കൻഡ് എലമെൻറ്റ്സും. അപ്പോൾ എ ക്രോസ് ബി എന്ത് അല്ലെന്ന് പറയാം? നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. ഇനി നമുക്ക് റിലേഷൻ എന്നാന്ന് നോക്കാം. എ റിലേഷൻ ആർ ഫ്രം എ നോൺ എം ഡി സെറ്റ് എ ടു എ നോൺ എം ഡി സെറ്റ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ദി കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ സബ്സെറ്റാണ് എന്ത്? ഈ റിലേഷൻ എന്ന് പറയുന്നത്. എ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി. The subset is derived by describing a relationship between the first element and the second element of the ordered pairs. First element and the second element of the ordered pairs in A cross B. A cross Bയിലെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യുന്നതിനെയാണ് എ റിലേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് എലമെൻറ്റ് എന്തായിരിക്കും? ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇമേജ് ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എയും ബിയും കണ്ടോ? അതിൽ എയുടെ ഫസ്റ്റ് എലമെൻറ്റ് 1, ബിയുടെ ഫസ്റ്റ് എലമെൻറ്റ് 1. അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് 1ൻ്റെ സ്ക്വയറാണ് 1, 2ൻ്റെ സ്ക്വയറാണ് 4, 3യുടെ സ്ക്വയറാണ് 9, 4ൻ്റെ സ്ക്വയറാണ് 16. അപ്പോൾ 6 എഴുതിയേക്ക് നോക്കിയേ. ഇതൊരു എ ക്രോസ് ബിയുടെ സബ്സെറ്റ് അല്ലേ? 1 1 2 4 3 9 4 16. ഈ 1ൻ്റെ സ്ക്വയറാണ് 1, 2ൻ്റെ സ്ക്വയറാണ് 4, 3യുടെ സ്ക്വയറാണ് 9, 4ൻ്റെ സ്ക്വയറാണ് 16. അപ്പോൾ റിലേഷൻ എങ്ങനെ നമുക്ക് എഴുതാം? റിലേഷൻ റിലേഷൻ ആർ ഫ്രം എ ടു ബി എന്ന് പറയുന്നത് സെറ്റ് എക്സ് ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ വെയർ വൈ ബിലോങ്സ് ടു ബി ആൻഡ് എക്സ് ബിലോങ്സ് ടു എ. അപ്പം ആറിലെ ഓർഡേർഡ് പെയർസിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റ് റിലേഷൻ എന്താണ്? ഫസ്റ്റ് എലമെൻറ്റിൻ്റെ സ്ക്വയർ ആണെന്ത്? സെക്കൻഡ് എലമെൻറ്റ്. ദി ഡൊമൈൻ ദ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ദി ഓർഡേർഡ് പെയർസ് ഇൻ എ റിലേഷൻ ആർ ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി ഈസ് കോൾഡ് ദ ഡൊമൈൻ ഓഫ് ദി റിലേഷൻ ആർ. ഇവിടുത്തെ ഡൊമൈൻ ഏതാണ്? 1 2 3 4 അല്ലേ? സെറ്റ് എ തന്നെയാണ് എന്തിവിടെ ഡൊമൈനായിട്ട് വരുന്നത്. ഇത് ഫസ്റ്റ് സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി ഓർഡേർഡ് പെയർസ് ഇൻ ദ റിലേഷൻ ആർ ആണ് ഡൊമൈൻ. ഈ കോഡൊമൈൻ ഓഫ് ദ ഹോൾ സെറ്റ് ബി ഈസ് കോൾഡ് കോഡൊമൈൻ ഓഫ് ദി റിലേഷൻ ആർ. ആ ബി തന്നെ ആ ഏത് സെറ്റിലേക്കാണ് നമ്മൾ റിലേഷൻ എ ടു ബി പറയുന്നത്, ആ ബി തന്നെയാണ് കോഡൊമൈൻ. റേഞ്ചോ ദ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെൻറ്റ്സ് ഇൻ എ റിലേഷൻ ആർ ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി ഈസ് കോൾഡ് ദ റേഞ്ച് ഓഫ് ദി റിലേഷൻ ആർ. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെൻറ്റ്സ് ആണെന്ത്? റേഞ്ച്. നമുക്ക് മറ്റേ ഇതിനകത്ത് നോക്കാം. 1 4 9 16 ഇതല്ലേ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെൻറ്റ്സ്? അതാണെന്ത്? റേഞ്ച്. ഇനി എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽ ടു 1 2 3 4, ബി ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ഇ ആർ ഓർഡേർഡ് പെയർ 2a 3e 4b. അപ്പോൾ 2a 3e 4b ഇതിൻ്റെ ഡൊമൈൻ ഏതാണ്? നമുക്കറിയാം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ്. അപ്പോൾ 2 3 4 അതാണ് എന്ത്? ഈ സെറ്റിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ആ റിലേഷനാണ് എന്ത്? ഡൊമൈൻ. അപ്പോൾ ഇവിടുത്തെ ഈ റിലേഷൻ ആർ ഫ്രം എ ടു ബിയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് 2 3 4. കോഡൊമൈൻ ഏതാ? സെറ്റ് ബി തന്നെ. ദിസ് ഹോൾ സെറ്റ് ബി ഈസ് കോൾഡ് കോഡൊമൈൻ. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്നാ? ദ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെൻറ്റ്സ് അല്ലേ? സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ഇൻ എ റിലേഷൻ. അപ്പോൾ സെക്കൻഡ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ഈ റിലേഷനിൽ? എ ഇ ബി. ഇതാണെന്ത്? ഈ റിലേഷൻ്റെ റേഞ്ച്. അപ്പോൾ മനസ്സിലായോ?
അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും അറിയിക്കുക. താങ്ക് യു.